ഹായ് ഡിയേഴ്സ്, ശ്രേയസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ നടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ലോട്ടസിൻ്റെ ട്യൂബറും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ റണ്ണറും എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. താമര നടാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബേസൻ, നല്ല വിസ്തീർണമുള്ള ഒരു ബേസൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ഉണങ്ങിയ ചാണകമായിരിക്കണം, പച്ച ചാണകം ഒന്നും ചേർത്ത് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളെ ട്യൂബറൊക്കെ ചീഞ്ഞ് പോവും. അതുകൊണ്ട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ചേർക്കാൻ ശ്രമിക്കണേ. അതിന് ശേഷം ഇതിലേക്ക് എല്ലുപൊടി വിതറി കൊടുക്കാം, ഒരു പിടി മതി. എന്നിട്ട് നമ്മളെ വീട്ടുമുറ്റത്ത് നല്ല കല്ലില്ലാത്ത മണ്ണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പാടത്തെ ചെളിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടുമുറ്റത്തെ സാധാ മണ്ണ്, കല്ല് കാണരുതെന്നേ ഉള്ളതിൽ. ഹൈബ്രിഡ് വെറൈറ്റി താമരകൾ നമ്മൾ സാധാ മണ്ണിലും വളർന്ന് കിട്ടും. മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ ബേസൻ്റെ അരഭാഗം മണ്ണ് നിറച്ചാൽ മതി. ബാക്കി ഭാഗം നമ്മൾ വെള്ളം കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഈ മണ്ണിങ്ങനെ അമർത്തി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അടിയിലിട്ട വളമെല്ലാം മുകളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ കളറ് മാറും, പച്ച പായലിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ അമർത്തി കൊടുക്കുന്നത് മണ്ണ്. അങ്ങനെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് നടാൻ പോകുന്ന ട്യൂബർ. ഒരു ട്യൂബർ നമ്മുടെ കൈ കിട്ടി ആദ്യം അതിൻ്റെ ഗ്രോ ടിപ്പ് ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഫിൻ്റെ സൈഡിൽ കൂടി വരുന്നതാണ് അതിൻ്റെ ഗ്രോ ടിപ്പ്. ഈ സൈഡിൽ നിന്ന് വരുന്നത് ഈ ഒരു ഗ്രോ ടിപ്പ്. മറ്റേത് അതിൻ്റെ മെയിൻ ഗ്രോ ടിപ്പാണ് മുകളിൽ കാണുന്നത്. പിന്നെ ആ ലീഫിൻ്റെ അടിയിൽ നിന്ന് ഒരു ഗ്രോ ടിപ്പുണ്ട് താഴെ. അപ്പോഴിത് നമ്മൾ നടുന്ന സമയത്ത് മണ്ണിട്ട് മൂടാതെ വേണം നടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒരു ചാല് പോലെ അത് ഈ സൈഡിലായിട്ട് വേണം നമ്മളത് നട്ട് കൊടുക്കാൻ. ഒരു ചാല് പോലെ ചെറുതായിട്ട്, അധികം ഉള്ളിലേക്ക് നമ്മൾ ട്യൂബർ വെക്കേണ്ട ആവശ്യമില്ല. ഗ്രോ ടിപ്പ് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ നമുക്ക് മണ്ണിട്ട് ഇതിനെ മൂടി കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ട്യൂബർ പൊങ്ങി വരാത്ത രീതിയിൽ നമുക്കിതിനെ ഉറപ്പിച്ച് ഇതിനകത്ത് വെക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല കുത്തി ഒഴിക്കാൻ പാടില്ല. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ലീഫ് എടുത്ത് വെച്ചിട്ടോ ചെറുതായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ലീഫിലേക്ക് നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഡബ്ബ് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല വെയിലുള്ളിടത്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മാസം ആകുമ്പോഴത്തേക്കും ബഡ് വരും. അടുത്തത് ഒരു റണ്ണർ നമ്മുടെ കൈ കിട്ടിയാൽ എങ്ങനെയാണ് നടുന്നതെന്നാണ് കാണിക്കാൻ പോണത്. ഇത് ഞാൻ യൂസ് ചെയ്ത മണ്ണാണ്, അതിൽ തന്നെ കാണിക്കാൻ പോവാണ്. റണ്ണർ നടുമ്പോൾ ഞാൻ വളമൊന്നും ചേർക്കാറില്ല. റണ്ണർ നട്ട് കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെ വരുമ്പോഴാണ് ഞാൻ വളം വെച്ച് കൊടുക്കാറുള്ളത്. വളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അധികമായിട്ട് വളം ചേർത്ത് കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. റണ്ണർ വെച്ച് കൊടുക്കുമ്പോൾ അത് ചിലപ്പം ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോഴും ഇത് ഒരു ഹാർഡ് റണ്ണറാണ്. അപ്പം വേറെ പണിയൊന്നുമില്ല. ഒരു ഈർക്കിലെടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മണ്ണിനകത്ത് കല്ലും ഒന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് റണ്ണേഴ്സ് അതുകൊണ്ട് ഇപ്പോൾ പിടിച്ച് കിട്ടാറുണ്ട്. ആദ്യമൊന്നും റണ്ണർ പിടിച്ച് കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് റണ്ണേഴ്സ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ മണ്ണിൽ ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് ഈ ഈർക്കിൽ വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അത് പച്ച ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങിയും വരത്തില്ല. മണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഗ്രോ ടിപ്പ് ടച്ച് ചെയ്യത്തുമില്ല. അതുകൊണ്ടത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത അവിടെ കുറയും. ഈ രീതി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ മണ്ണിനകത്ത് ഡയറക്റ്റായിട്ട് മണ്ണൊക്കെ വാരി ഇടുമ്പോഴത്തേക്കാണ് ഈ റണ്ണേഴ്സൊക്കെ ചീഞ്ഞ് പോണത്. ഇതാകുമ്പോഴത്തേക്കും മണ്ണൊന്നും വാരി ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
കഴിഞ്ഞ വീഡിയോയിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് 2 പേർക്ക് വാട്ടർ ലില്ലി ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പം അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 6 കമൻറ്റാണ് നമുക്ക് വന്നത്. അപ്പോൾ 6 കമൻറ്റിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സൂര്യദേവ് TS, സെക്കൻഡ് പൂട്ട് സ്പൈ. അപ്പോൾ 2 വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻ. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലും ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.